ഹായ്. അപ്പോൾ ടൈം ടു ഈറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും വെൽക്കം. സോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു വൈറലായിട്ടുള്ള മിൽക്ക് നൂഡിൽസ് റെസിപ്പിയാണ്. സോ ഇത് കുറേ പേര് ഉണ്ടാക്കിയിട്ടുണ്ടാവും, മേ ബി ഉണ്ടാക്കാത്തവരും ഉണ്ടാവും. ഉണ്ടാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യണം. സോ അതിനുവേണ്ടി നമുക്കൊരു ഓണിയനും ഒരു ഗ്രീൻ ചില്ലിയും രണ്ടും ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓണാക്കിയതിന് ശേഷം അതിലേക്കൊരു പാൻ വെച്ചിട്ട് നമുക്ക് ആ പാനിലോട്ട് 3 ക്യൂബ്സ് ബട്ടർ, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലാണെങ്കിലും അതിന് ഏത് വെജിറ്റബിൾ ഓയിലാണെങ്കിലും അതിന് പകരം യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബട്ടർ കംപ്ലീറ്റ്ലി മെൽറ്റ് ആയതിന് ശേഷം നമുക്കൊരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതെന്തെല്ലാമായിട്ട് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, ആ മണം ഒന്ന് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച നമ്മുടെ സവോള അത് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ചില്ലി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്തത് അതും ഈ ടൈമിൽ തന്നെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യാമെന്ന് പറയുമ്പോൾ ആ സവോളയുടെ കളർ മാറി അതൊരു ട്രാൻസ്പെറൻറ്റ് കളറായിട്ട് മാറത്തില്ലേ, ആ ഒരു ടൈം വരെ നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്കിങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങി തെളിഞ്ഞ് വരുന്ന പോലെ കാണും. ആ ഒരു ടൈം വരെ ഇത് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അതിനുശേഷം നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ആ ഉപ്പ് നല്ലോണം അതിലിട്ട് പിടിക്കാനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 2 to 3, അത് നിങ്ങൾ എടുക്കുന്ന നൂഡിൽസിന് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഒരു പാക്കറ്റ് നൂഡിൽസ് ആണെന്നുണ്ടെങ്കിൽ 1 കപ്പ് മിൽക്ക്, അങ്ങനെ. ഇപ്പോൾ ഞാൻ ഇവിടെ 3 കപ്സ് നൂഡിൽസ് 3 പാക്കറ്റ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 3 കപ്പ് പാലിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് പാലെല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മാഗിയുടെ അല്ലെങ്കിൽ നമ്മൾ നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന മസാല പാക്കറ്റില്ലേ, ആ പാക്കറ്റ് നമുക്ക് 3 എണ്ണം ഞാനിപ്പോൾ ഇവിടെ ഈ പാലിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യാം. നിങ്ങൾ ഇടയ്ക്കെങ്കിലും നമ്മളൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്ക്. ലൈക്ക് ഇപ്പോൾ ചിലർ പാലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും, ബട്ട് ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട് മാൻ. നമ്മൾ വൺസ് നിങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബി ഡെഫിനറ്റ്ലി അഡിക്റ്റഡ് ടു ദിസ്. കാരണം അത്ര ടേസ്റ്റാണ് ആക്ച്വലി ഈ സാധനം പാൽ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ. ലൈക്ക് നിങ്ങൾ വൺസ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യും എങ്ങനെയുണ്ട് എന്നുള്ള സംഭവം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ഒരു നല്ലോണം മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അല്ല, ഹാഫോ അല്ല, 1/4 ടു ഹാഫ്, ഇതിലേത് വേണമെങ്കിലും ചിക്കൻ മസാല ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും ചിക്കൻ മസാല ആഡ് ചെയ്യുമ്പോൾ. ഒരു നല്ല ടേസ്റ്റാണ് സംഭവത്തിന്. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ ഇല്ലെങ്കിൽ സാരില്ല, ഇല്ലെങ്കിലും വലിയ വ്യത്യാസമില്ല, പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി നമുക്കിതിലോട്ടൊരു 1/4 ടീസ്പൂൺ നമുക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്താൽ മതി. കാരണം ഓൾറെഡി ഗ്രീൻ ചില്ലി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് ആഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നൂഡിൽസ് 3 പാക്കറ്റ്സും നമ്മൾ ഈ പാലിലോട്ട് നമ്മൾ നൂഡിൽസ് ഇടാം. 3 ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ അധികമിട്ട് കുത്തി ഇളക്കാണ്ടിരിക്കുക. കുത്തി ഇളക്കി കഴിഞ്ഞാന്ന് വെച്ചാൽ നൂഡിൽസ് ആ ഒരു ഇങ്ങനെ ലെങ്ത്തായിട്ട് വരത്തില്ലേ, അത് വരാണ്ടാവും. നമ്മളിങ്ങനെ കുറേ കുത്തി പൊടി, അല്ലാതെ ഇപ്പോൾ കുറേ ക്വാണ്ടിറ്റി വേണം അങ്ങനെ കുഞ്ഞു കുഞ്ഞതായിട്ടാണ് കഴിക്കാന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ നല്ലോണം ഇത് പൊടിച്ച് നല്ലോണം മിക്സ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പതുക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് തടവി കൊടുത്ത രീതിയിൽ മിക്സ് ചെയ്യേണ്ടതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇങ്ങനെ ലോങ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനിയും ജസ്റ്റ് ഒരു അലങ്കാരത്തിന് ഒരു എഗ്ഗ് നമുക്ക് ഇതിലോട്ട് നൂഡിൽസിനെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു എഗ്ഗ് നമുക്ക് ഒരു പാൻ ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കൊരു എഗ്ഗ് അതിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. ആൻഡ് ഇതിലോട്ട് നമുക്കൊരു പിഞ്ച് ഓഫ് സോൾട്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു പിഞ്ച് ഓഫ് പെപ്പർ, ഇത് രണ്ടും നമുക്ക് ഈ എഗ്ഗിൽ ഇടാം. നിങ്ങൾക്ക് ഫുള്ളി കുക്ക്ഡാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി പാനിൽ വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ യോക്ക് നമുക്കിങ്ങനെ മെൽറ്റായിട്ടൊക്കെ പോകണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം നേരം ഇത് ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം വെച്ച് തന്നെ ആ വൈറ്റ് പാർട്ടൊന്ന് നല്ലോണം കുക്കായതിന് നമുക്കത് ഓഫാക്കാം. അതിനുശേഷം നമുക്ക് ചീസ് മാഗിലോട്ട് ആഡ് ചെയ്യാം. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. കഴിഞ്ഞിട്ട് നമ്മുടെ എഗ്ഗ് നമ്മൾ ഈ നൂഡിൽസിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേറ്റ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡിയാണ്. ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. ഓക്കെ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.